Hello everyone and welcome back. Today we are going to take up independent branches of branch accounts. So last class വരെ നമ്മൾ ഡിപെൻഡന്റ് ബ്രാഞ്ചസിന്റെ ഫുൾ അക്കൗണ്ടിങ് കണ്ടു. ഇനി ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസിലേക്ക് നമ്മൾക്ക് കിടക്കാം. ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ തിയറി ഏറ്റവും ആദ്യത്തെ ദിവസം പറഞ്ഞപ്പോൾ we had discussed that independent branches are such branches which do not have major control from the head office. ബ്രാഞ്ചിന് തന്നെ ഒരു പരിധി വരെ 90% അല്ലെങ്കിൽ ഓൾമോസ്റ്റ് മജോറിറ്റി ഓഫ് ഡിസിഷൻസും എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, എടുക്കാനുള്ള അവകാശമുണ്ട്. അവർ തനിയെ വർക്ക് ചെയ്യുന്ന പോലത്തെ തന്നെ ഒരു സിറ്റുവേഷനാണ്. ചില ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസിന് മാത്രം, ചില കാര്യങ്ങൾക്ക് മാത്രമാണ് അവർ ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് വളരെ ലിമിറ്റഡ് ആണ്. സോ ഫോർ ദാറ്റ് റീസൺ ബ്രാഞ്ചിന്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബ്രാഞ്ചിൽ തന്നെയാണ് ആസ് എ സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ്, അപ്പാർട്ട് ഫ്രം ഹെഡ് ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹെഡ് ഓഫീസിന്റെ കണക്ക് പോലെ തന്നെ. സോ ഹെഡ് ഓഫീസിന്റെ ബുക്സിൽ ഹെഡ് ഓഫീസുകളുടെ എല്ലാ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നൊരു കണക്ക് കാണും. അതേപോലെ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് സ്ഥാപനം വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത്. സോ അവർക്കും ഒരു സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് കാണും ടു റെക്കോർഡ് ദർ ട്രാൻസാക്ഷൻ. സോ ഈ രണ്ട് സെറ്റ് ഓഫ് ബുക്സിലും ഓരോ ട്രാൻസാക്ഷൻസ് എങ്ങനെയൊക്കെയാണ് ഒരു ബിസിനസ്സിൽ വരുന്നത് അതനുസരിച്ച് നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള ജേർണൽ എൻട്രി തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ഒരു സെയിൽ നടന്നു ബ്രാഞ്ചിൽ, എന്താണോ സെയിൽ, ക്യാഷ് സെയിൽ ആണോ ക്രെഡിറ്റ് സെയിൽ ആണോ, അതേ രീതിയിൽ നമ്മൾ എൻട്രി പോസ്റ്റ് ചെയ്യണം. ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽ. ഹെഡ് ഓഫീസിന്റെ ബുക്സിനും അങ്ങനെ തന്നെ, ബ്രാഞ്ചിന്റെ ബുക്സിനും അങ്ങനെ. അപ്പം നമ്മൾക്ക് അറിയാവുന്ന സാധാരണ നോർമൽ ബേസിസിൽ വരുന്ന എല്ലാ ട്രാൻസാക്ഷനും അത് ഹെഡ് ഓഫീസിലാണോ വരുന്നത് അതോ ബ്രാഞ്ചിലാണോ വരുന്നതെന്ന് നോക്കി നോർമൽ ജേർണൽ എൻട്രി തന്നെയാണ് അവിടെയും പോസ്റ്റ് ചെയ്യേണ്ടത്. സോ അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ ഒരു ഡിസ്കഷനും നടത്തേണ്ട കാര്യമില്ല. അത് നമ്മുടെ ബേസിക്സിൽ നമ്മൾ കവർ ചെയ്യുന്നൊരു കാര്യമാണ്. ബേസിക്സ് ഓഫ് നോട്ട് ദിസ് ചാപ്റ്റർ, ബേസിക്സ് ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സിൽ ബേസിക്സിൽ നമ്മൾ പഠിച്ച ജേർണൽ എൻട്രി, ലെഡ്ജർ ഒക്കെ തന്നെയാണ് ബ്രാഞ്ച് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിച്ചാൽ അവിടെയും പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസിന്റെ മറ്റൊരു രീതിയിൽ നമ്മൾ പറഞ്ഞു, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ മാത്രം പറ്റുമെന്നുള്ള രീതിയിലല്ല നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്തത്. വി ഓൾസോ സെഡ് ദാറ്റ് വെയർ ബ്രാഞ്ചസ് ആർ പ്രിപ്പയറിംഗ് ദെയർ ഓൺ books of accounts, then also we can say it is an independent branch. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആ ഒരു സെന്റൻസ് ആയിരിക്കും തന്നിരിക്കുന്നത്, ബുക്സ് ആർ മെയിൻറ്റെയിൻഡ് ബൈ ദ ബ്രാഞ്ച് ഇറ്റ്സെൽഫ്. അപ്പോൾ ആ സെന്റൻസ് തന്നാൽ അതിന്റെ അർത്ഥം ഇറ്റ്സ് എൻ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച്. ബ്രാഞ്ചിന്റെ ബുക്സ് അല്ലെങ്കിൽ കണക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ഹെഡ് ഓഫീസിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we can say that it is an indication towards dependent branches. So independent branches from an exam point of view you can identify in two ways. One is where majority of the decisions are being done by the branch itself. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ബ്രാഞ്ചിന്റെ കണക്കുകൾ ബ്രാഞ്ച് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇസ് എൻ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച്. സോ ഒരു സാധാരണ ബിസിനസ്സിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ബിസിനസ്സിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ റെക്കോർഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ ലെഡ്ജറാണ് യൂസ് ചെയ്യേണ്ടത്, അത് തന്നെയാണ് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച് ആണെങ്കിലും യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് എന്താണ് ഇവിടെ പഠിക്കാൻ സ്പെഷ്യലി ഉള്ളത്? There could be certain special transactions which we have not come across till now in your basics of accounting. What are those? Head office ഉം independent branch ഉം ആണെങ്കിൽ കൂടി fully independent അല്ല. ഞാൻ പറഞ്ഞു ഒരു പരിധി വരെ ഡിപ്പെൻഡൻസി ഉണ്ട് ബ്രാഞ്ചിന്മേൽ, സോറി ഹെഡ് ഓഫീസിന്മേൽ. ആ ചില കാര്യങ്ങൾ wherein head office and branch has to work together, or transactions which involves both head office and branch interlinked ആയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രാൻസാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ then we have to discuss what is the approach for recording it both in head office books as well as in ബ്രാഞ്ച് ബുക്സ്. അപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ ആ സ്പെഷ്യൽ നേച്ചറുള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമ്മളിവിടെ പുതിയതായിട്ട് പഠിക്കുന്നത്. ബാക്കി എല്ലാം നമ്മൾ പഠിച്ചിരിക്കുന്ന ബേസിക്സിലുള്ള എൻട്രി തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ ഇവിടെ തന്നിരിക്കുന്ന ലിസ്റ്റും only those special transactions which you have not come across till now. Yeah, it is exclusively for head office and independent branch ന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് ട്രാൻസാക്ഷൻസ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സോ അതിൽ ആദ്യം നമ്മൾ ഈ ടേബിളിന്റെ ഹെഡിങ് തന്നിരിക്കുന്നത് നമുക്കറിയാം, ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ തന്നിരിക്കുന്ന രണ്ട് കോളമാണ് ഹെഡ് ഓഫീസ് ബുക്സും ബ്രാഞ്ച് ബുക്സും. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച് ആയത് കാരണം അവരുടെ കണക്ക് അവർ തനിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അവർ തനിയെ പ്രിപ്പയർ ചെയ്യുന്ന സെറ്റ് ഓഫ് ബുക്സിന് നമ്മൾ ബ്രാഞ്ച് ബുക്സ് എന്നും, ഹെഡ് ഓഫീസ്
പ്രിപ്പയർ ചെയ്യുന്നതിനെ ഹെഡ് ഓഫീസ് ബുക്സ് എന്നും പറയുന്നു. ഇനി ഇവർ തമ്മിൽ കുറെ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ രണ്ടുപേരുടെയും ബുക്കിൽ അതെങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് താഴെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So first transaction wherein both are getting affected. Dispatch of goods to branch by head office. This is not something that you have learned in your normal accounting or normal journal entry. Hence we are learning it as part of independent branches. So branch like head office goods കൊടുത്തു വിട്ടു. അപ്പോൾ രണ്ടുപേരുടെ ബുക്സിലും എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ നോക്കണം. സോ ആദ്യമേ ഹെഡ് ഓഫീസ് ബുക്സിന്റെ നമുക്ക് നോക്കാം. ഹെഡ് ഓഫീസ് ആണ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഒരു സെയിൽ പോലെ തന്നെ നമ്മൾക്ക് ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ചിന്തിക്കാം. സോ സാധനങ്ങൾ കൊടുത്തു വിടുമ്പോൾ അതിന്റെ പൈസ ആരാണ് ഹെഡ് ഓഫീസിന് തരേണ്ടത്? ബ്രാഞ്ച് ആണ് കൊടുക്കേണ്ടത്. സോ therefore ബ്രാഞ്ചിനെ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ്. ദിസ് ഈസ് എ റിസീവബിൾ അല്ലെ ഡെറ്റർ പോലെ. ഇനി എന്താണ് കൊടുത്തു വിടുന്നത്? സാധനങ്ങളാണ് കൊടുത്തു വിടുന്നത് അല്ലെ. അത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി ഡിപെൻഡന്റ് ബ്രാഞ്ചിലും പഠിച്ചിട്ടുള്ള ഒരു ലെഡ്ജർ വഴിയാണ് നമ്മൾ ഈ എൻട്രി പോസ്റ്റ് ചെയ്യുന്നത്. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അൾട്ടിമേറ്റ്ലി എങ്ങോട്ടേക്ക് പോകും? പർച്ചേസ് അക്കൗണ്ടിലേക്ക്. സോ ഇൻഡയറക്ട്ലി സ്പീക്കിംഗ് നമ്മൾ പർച്ചേസിൽ നിന്ന് എടുത്താണ് ബ്രാഞ്ചിലേക്ക് കൊടുത്തു വിടുന്നത്. പക്ഷെ ആ റൂട്ട് ഒന്ന് കാണിക്കാൻ, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് വഴിയാണ് പർച്ചേസ് കുറഞ്ഞതെന്ന് കാണിക്കാൻ നമ്മൾ ആ ലെഡ്ജറിനെ ഇൻ ബിറ്റ്വീൻ കൊണ്ടുവരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി ഇതേ ട്രാൻസാക്ഷൻ ബ്രാഞ്ചിലും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. കാരണം ഹെഡ് ഓഫീസുമായിട്ട് ഒരു റിലേഷൻ വരുന്ന ഒരു എൻട്രി വന്നിട്ടുണ്ട് അല്ലേ, അതൊരു ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട്. അതെങ്ങനെ നമ്മൾക്ക് റെക്കോർഡ് ചെയ്യാം? ബ്രാഞ്ചിന്റെ ബുക്സ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഗോഡൗൺ നോക്കുകയാണെങ്കിൽ സാധനങ്ങൾ കുറെ ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടി. ഇതിനെ ബ്രാഞ്ച് പർച്ചേസസ് എന്ന് എഴുതുന്നതിന് പകരം we will name it as those purchases which are received from head office. Purchase എന്ന് പറഞ്ഞ ബ്രാഞ്ച് സാധാരണ എഴുതാൻ പോകുന്ന അപ്പോൾ ആരിൽ നിന്ന് വാങ്ങിച്ചായിരിക്കും? ഔട്ട്സൈഡ് സപ്ലയറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചായിരിക്കും. സോ ആ ഒരു ബൈഫിക്കേഷൻ നടത്താൻ വേണ്ടി അല്ലെങ്കിൽ എവിഡന്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടി ബ്രാഞ്ച് ബുക്സിൽ ഹെഡ് ഓഫീസിൽ നിന്ന് വന്ന സാധനങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ഒരു ലെഡ്ജർ വഴിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെബിറ്റ്. ഇഫ് യു സീ ദിസ് ലെഡ്ജർ ഇസ് ഹാവിംഗ് എ ഡെബിറ്റ് ബാലൻസ് ജസ്റ്റ് like a purchase account. പക്ഷെ സെപ്പറേറ്റ് ആ പർച്ചേസ് അക്കൗണ്ടിന്റെ എഫക്റ്റ് ഉള്ള വേറൊരു പേര് നമ്മൾ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി സാധനങ്ങൾ കിട്ടിയ നമ്മൾ കാര്യം എഴുതി പർച്ചേസ് പോലെ. ഇനി അതിനുള്ള പൈസ നമ്മൾ ആർക്ക് കൊടുക്കണം? സപ്ലയറിന് കൊടുക്കണം. അപ്പൊ ഔട്ട്സൈഡ് ഒരു സപ്ലയറിന്റെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചെങ്കിൽ അയാളുടെ പേര് നമ്മളിവിടെ ക്രെഡിറ്റർ ആയിട്ട് എഴുതും അല്ലെ. ഇവിടെ നമ്മൾക്ക് ആ സപ്ലയർ എന്ന് പറയുന്നത് നമ്മളുടെ ഹെഡ് ഓഫീസ് ആണ്. സോ therefore we will record as head office account. So now I hope this entry is clear. അപ്പോൾ ഈ എൻട്രി വായിച്ച് രണ്ട് ബുക്സിലുള്ള എൻട്രി വായിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ഹെഡ് ഓഫീസ് ബുക്സിൽ ബ്രാഞ്ചുമായിട്ട് നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യാൻ എന്ത് ലെഡ്ജർ ഉണ്ട്? ബ്രാഞ്ച് എന്ന് പറഞ്ഞൊരു ലെഡ്ജർ ഉണ്ട്. ആൻഡ് ബ്രാഞ്ച് ബുക്സിൽ ഹെഡ് ഓഫീസുമായിട്ട് വരുന്ന എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യാൻ ഒരു ലെഡ്ജർ ഉണ്ട്, വിച്ച് ഇസ് ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ഓപ്പോസിറ്റ് നെയിമിലുള്ള ലെഡ്ജർ. സോ വിച്ച് മീൻസ് ഹെഡ് ഓഫീസ് ബുക്സിൽ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ലെഡ്ജറും ബ്രാഞ്ച് ബുക്സിൽ ഹെഡ് ഓഫീസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ലെഡ്ജറും കാണണം. ആ രണ്ട് ലെഡ്ജേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് പകുതി മുക്കാലും ഇവർ തമ്മിലുള്ളത് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. So if every transaction head office record ചെയ്യുമ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട് വഴി റെക്കോർഡ് ചെയ്യുകയും ബ്രാഞ്ച് റെക്കോർഡ് ചെയ്യുമ്പോൾ ഹെഡ് ഓഫീസ് വഴി റെക്കോർഡ് ചെയ്യുകയും ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അറ്റ് ദ ഇയർ എൻഡിൽ എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ഹെഡ് ഓഫീസ് ബുക്സ് ഷുഡ് ഈക്വൽ ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഇൻ ബ്രാഞ്ച് ബുക്സ്. കാരണം ഹെഡ് ഓഫീസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇവിടുന്ന് സാധനങ്ങൾ കൊടുത്തു വിട്ടു എന്ന് കാണിക്കാൻ നമ്മൾ ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ തന്നെ ബ്രാഞ്ച് എന്ത് ചെയ്യും? ഹെഡ് ഓഫീസിന് പൈസ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്യും. ഓപ്പോസിറ്റ് എഫക്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ എമൗണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ. സോ വിച്ച് മീൻസ് ഇറ്റ് വിൽ ഹാവ് എ ഓപ്പോസിറ്റ് എഫക്ട്. ബ്രാഞ്ച് അക്കൗണ്ടിന് ഡെബിറ്റ് ആണെങ്കിൽ ബ്രാഞ്ചിലുള്ള ഹെഡ് ഓഫീസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, പക്ഷേ amount should be equal, which means I have recorded for all transactions in both books. So first checkpoint is to check that these two ledgers are
tallied in both books. If it is not tallying, it means that you might have committed an error in recording certain transactions. ഇനി നമ്മൾ പറയാൻ പോകുന്ന ചില ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ നമ്മൾ മറന്നു പോവുകയോ അല്ലെ റെക്കോർഡ് ചെയ്തപ്പോൾ തെറ്റുകയോ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതൊന്ന്. അല്ലെങ്കിലോ ഇൻ ട്രാൻസിറ്റ് എന്തെങ്കിലും എൻട്രീസ് കണ്ടെന്നിരിക്കാം. അതായത് ഹെഡ് ഓഫീസ് ഗുഡ്സ് കൊടുത്തു വിട്ടു ബ്രാഞ്ചിലേക്ക്. അപ്പോൾ ഹെഡ് ഓഫീസ് ഇമ്മീഡിയറ്റ്ലി റെക്കോർഡ് ചെയ്യും ഗുഡ്സ് കൊടുത്തു വിട്ടു എന്നുള്ളത്. പക്ഷെ ബ്രാഞ്ചിലേക്ക് 31st മാർച്ചിന് കിട്ടിയില്ലെങ്കിൽ ബ്രാഞ്ച് അത് റെക്കോർഡ് ചെയ്യുമോ? ഇല്ല. ബ്രാഞ്ച് പക്ഷെ അത് റെക്കോർഡ് ചെയ്യണം ആസ് എ ഇൻ ട്രാൻസിറ്റ് ഐറ്റം. പക്ഷെ അത് നമ്മൾ അറിയുന്നത് ഫൈനലി ഈ രണ്ട് ലെഡ്ജേഴ്സും ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസിന്റെ റീസൺ ഒക്കെ അറിഞ്ഞു വരുമ്പോഴാണ് അല്ലേ. അപ്പോൾ ഒരു കാരണം എന്താവാം? For a difference in transit. That is fine. That doesn't mean that we have committed an error. It only means that ഒരു സാധനം കൊടുത്തു വിട്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ നിന്ന് അയച്ചതോ കിട്ടിയോ സാധനം മറ്റൊരു അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഫിസിക്കലി റിസീവ് ആയിട്ടില്ല, അതുകൊണ്ട് അതിന് എൻട്രി വന്നിട്ടില്ല. സോ ഇൻ ട്രാൻസിറ്റ് ഒരു റീസൺ ആവാം ഫോർ നോട്ട് ടാലിയിങ് ദീസ് ടു ലെഡ്ജേഴ്സ് ഇൻ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ബുക്സ്. മറ്റൊന്നോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും തെറ്റാണെങ്കിൽ അത് തിരുത്തണം. ഇൻ ട്രാൻസിറ്റ് ആണ് റീസൺ എങ്കിൽ അതിനുള്ള അപ്രോപ്രിയേറ്റ് എൻട്രി എഴുതി നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് അക്കൗണ്ട്സും ടാലി ആക്കണം. സോ വിച്ച് മീൻസ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ടാലിഡ്, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു എൻഷുർ ദാറ്റ് ഇറ്റ് ടാലീസ്. എമൗണ്ട് വൈസ് ആണ് പറയുന്നത്, ഒരിക്കലും ബാലൻസ് വൈസ് അല്ല. ഒരു അക്കൗണ്ട് ഡെബിറ്റ് ആണെങ്കിൽ മറ്റത് എന്തായാലും ക്രെഡിറ്റ് ആയിരിക്കും. സെയിം എഫക്റ്റ് ഉള്ള ലെഡ്ജേഴ്സ് അല്ല, ഓപ്പോസിറ്റ് എഫക്റ്റ് ഉള്ള ലെഡ്ജേഴ്സ് ആണ്. കാരണം ഹെഡ് ഓഫീസിന് ബ്രാഞ്ചിലേക്ക് സാധനങ്ങളോ ക്യാഷോ കൊടുത്തു വിടുമ്പോൾ ബ്രാഞ്ചിന്റെ കയ്യിൽ നിന്ന് ആ പൈസയൊക്കെ കിട്ടണം അല്ലേ. അപ്പൊ ബ്രാഞ്ച് എപ്പോഴും ഹെഡ് ഓഫീസിന് പൊതുവെ ഒരു ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, അല്ലെങ്കിൽ റിസീവബിൾ ആയിരിക്കും. ഇനി ബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഹെഡ് ഓഫീസിന് പൈസ കൊടുക്കേണ്ടതാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസസ് ഹെഡ് ഓഫീസ് ഒരു ക്രെഡിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ലയബിലിറ്റി ആയിരിക്കും. സോ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ദ അക്കൗണ്ട് ബാലൻസസ് നേച്ചർ സെയിം ആയിരിക്കും എന്നുള്ളത്, ഒരിക്കലും സെയിം ആവില്ല, ഓപ്പോസിറ്റ് ആയിരിക്കും. പക്ഷെ അതിനുള്ളിലുള്ള എമൗണ്ട് എപ്പോഴും ടാലി ആവണം. സോ എമൗണ്ട് എപ്പോഴെങ്കിലും ടാലി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ കണ്ടുപിടിച്ച് ആ റീസൺ കറക്ഷൻ ആണോ അതോ ഇൻ ട്രാൻസിറ്റ് റെക്കോർഡ് ചെയ്യാനുള്ളതാണോ എന്ന് നോക്കി ഇൻ ട്രാൻസിറ്റും അല്ലെങ്കിൽ ആ കറക്ഷനും റെക്കോർഡ് ചെയ്ത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു എൻഷുർ ദാറ്റ് these two accounts are tallied. ഇത് ടാലി ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. Yeah. So the next entry. Goods returned by branch to head office. തൊട്ട് മേലെ കൊടുത്ത എൻട്രിയുടെ റിട്ടേൺ എന്തെങ്കിലും വരികയാണെങ്കിൽ അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന എൻട്രിയുടെ ഓപ്പോസിറ്റ് എഫക്റ്റ് രണ്ട് ബോക്സിലും റെക്കോർഡ് ചെയ്യാം. ഇനി അടുത്തത് റെമിറ്റൻസ് ഓഫ് ഫണ്ട്സ് ബൈ ഹെഡ് ഓഫീസ് ടു ബ്രാഞ്ച്. ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസ് കുറച്ച് കാശ് കൊടുത്തു വിട്ടു. അപ്പോൾ എന്തായിരിക്കും എൻട്രി? ബ്രാഞ്ചിന്റെ കയ്യിൽ നിന്ന് പിന്നീട് എപ്പോഴെങ്കിലും ആ പൈസ തിരിച്ചു കിട്ടണം അല്ലെ. സോ ബ്രാഞ്ച് ഇസ് എ റിസീവബിൾ, ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്യും. ഹെഡ് ഓഫീസിന്റെ ഏത് അക്കൗണ്ടിൽ നിന്നാണോ പൈസ പോയത്, ബാങ്ക് ആണോ ക്യാഷ് ആണോ നോക്കുക, അതിനെ അപ്രോപ്രിയേറ്റ്ലി ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ റെമിറ്റൻസ് എന്ന് പറഞ്ഞത് കാരണം എന്തായാലും ബാങ്ക് ആയിരിക്കും. ഇനി ഇവിടെ ഞാൻ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് പോലെ വരുത്തുകയാണ്. ഐ എം ജസ്റ്റ് ഗിവിംഗ് എ പ്രീഫിക്സ് ആസ് ടു ഹെഡ് ഓഫീസ് ബാങ്ക്. ആൻഡ് ബ്രാഞ്ചിന്റെ ബുക്സിൽ ബ്രാഞ്ച് ബ്രാഞ്ച് ബാങ്ക് എന്നുള്ളത് ഞാൻ പ്രീഫിക്സ് ഒന്ന് കൊടുക്കുകയാണ്. വൈ ആർ വി ഗിവിംഗ് ദിസ് പ്രീഫിക്സസ്? ബിക്കോസ് when ultimately വർഷ അവസാനം കമ്പനി ആസ് എ ഹോളിന്റെ കണക്കാണ് നമ്മൾ കാണിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഹെഡ് ഓഫീസിന്റെ കയ്യിലുള്ള ബാങ്ക് ബാലൻസും ബ്രാഞ്ചിന്റെ കയ്യിലുള്ള ബാങ്ക് ബാലൻസും കൂടെ ചേർത്ത് വേണം നമ്മൾ അൾട്ടിമേറ്റ്ലി പ്രസന്റ് ചെയ്യാൻ. അപ്പം നമ്മൾ അന്ന് അത് പ്രസന്റ് ചെയ്യുമ്പോൾ ഹെഡ് ഓഫീസ് ബാങ്ക് ബാലൻസ് ഇത്ര, ബ്രാഞ്ച് ബാങ്ക് ബാലൻസ് ഇത്ര എന്ന് പറഞ്ഞ് സെപ്പറേറ്റ്ലി കാണിക്കും. ഇത് രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ ആയിരിക്കും ബാലൻസ് ഷീറ്റിൽ വരാൻ പോകുന്നത് ഫോർ ദ കമ്പനി ആസ് എ ഹോൾ. അപ്പോൾ ആ ഒരു ബൈഫിക്കേഷൻ തിരിച്ചറിയാൻ വേണ്ടി ഈ ലെഡ്ജേഴ്സ് ഒക്കെ, ഈ ബാങ്ക്, ക്യാഷ്, അതായത് വെറുതെ എഴുതി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരികയാണ്. ബാങ്കിന്റെ ആണോ
ഹെഡ് ഓഫീസിന്റെ ആണോ ബ്രാഞ്ചിന്റെ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒറ്റനോട്ടത്തിൽ വരാൻ സാധ്യത എന്ന് തോന്നുന്നതെല്ലാം നമ്മൾ ഈ പ്രീഫിക്സ് അങ്ങ് കൊടുത്തേക്കാണ്. ഇപ്പം ഞാൻ തന്ന പ്രിന്റ് ഔട്ടിൽ അതില്ല, അപ്പം നിങ്ങളത് ഒന്ന് എഴുതിക്കോളുക. ഇനി ഏത് ബുക്സിലാണെന്ന് ഹെഡിങ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിലാകും ഹെഡ് ഓഫീസിന്റെ ബാങ്ക് ആണോ അല്ലയോ എന്നുള്ളത്. എന്നാൽ പോലും അത് എഴുതുന്നത് കുറച്ചും കൂടെ നല്ലതാണ്. അപ്പം you can choose to write that also. So remittance of funds by head office to branch. അപ്പോൾ ബ്രാഞ്ചിന്റെ ബുക്സിലേക്ക് ബ്രാഞ്ചിന്റെ ബാങ്ക് ബാലൻസ് കൂടി, അപ്പോൾ ബ്രാഞ്ചിന്റെ ബാങ്കിന് ഡെബിറ്റ് ചെയ്യണം, ആർക്ക് ഈ പൈസ തിരിച്ചു കൊടുക്കണം, ഹെഡ് ഓഫീസിന് കൊടുക്കണം, സോ അയാളെ ക്രെഡിറ്റ് ചെയ്യണം. അതിന്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് തിരിച്ച് ബ്രാഞ്ച് ഹെഡ് ഓഫീസിലേക്ക് പൈസ കൊടുത്തു വിടുമ്പോൾ. So that entry is also recorded. 5. Branch customers returning goods to head office. ബ്രാഞ്ചിന്റെ കസ്റ്റമർ എന്ത് ചെയ്തു, ഹെഡ് ഓഫീസിലേക്ക് ഗുഡ്സ് തിരികെ തന്നു. ആദ്യമേ ഹെഡ് ഓഫീസിന്റെ ബുക്സിന്റെ കാര്യം നമുക്ക് പറയാം. ബ്രാഞ്ചിന്റെ കസ്റ്റമേഴ്സ് തിരിച്ചു ഗുഡ്സ് തന്നപ്പോൾ ഹെഡ് ഓഫീസിലേക്കാണ് കൊണ്ട് തരുന്നത് അല്ലേ. ശരിക്കും ബ്രാഞ്ച് ആണ് അതിന്റെ സെയിൽസ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. പക്ഷെ സാധനം വന്നത് ആരുടെ കയ്യിലേക്കാണ്, ഹെഡ് ഓഫീസിന്റെ കയ്യിലേക്കാണ്. അപ്പൊ ഹെഡ് ഓഫീസ് അത് റെക്കോർഡ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ഹെഡ് ഓഫീസ് അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും? ബ്രാഞ്ച് തിരിച്ചു ഗുഡ്സ് തന്നതുപോലെ അങ്ങോട്ട് ഹെഡ് ഓഫീസ് റെക്കോർഡ് ചെയ്യും. സോ therefore you can see that ഈ എൻട്രിയും ഗുഡ്സ് റിട്ടേൺ ബൈ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസും സെയിം എൻട്രി ആണ്. ബിക്കോസ് ഹെഡ് ഓഫീസിന്റെ ബുക്സിൽ ഈവൻ ദോ സെയില് റെക്കോർഡ് ചെയ്ത് അവരല്ലെങ്കിലും ഫിസിക്കലി സാധനം തിരിച്ച് കസ്റ്റമർ കൊണ്ട് തന്നപ്പോൾ ഹെഡ് ഓഫീസിന്റെ കയ്യിലുണ്ട് അല്ലേ. അപ്പൊ ഫിസിക്കലി അവരുടെ കയ്യിലേക്ക് എത്തിയ സാധനം എങ്ങനെയെങ്കിലും ബുക്സിലേക്ക് കൊണ്ടുവരണം. അപ്പൊ കൊണ്ടുവരുമ്പോൾ ദേ കനോട്ട് ഷോ ഇറ്റ് ആസ് എ സെയിൽസ് റിട്ടേൺ, കാരണം സെയിൽസ് ഹെഡ് ഓഫീസ് അല്ല റെക്കോർഡ് ചെയ്ത്. അപ്പൊ മറ്റെന്ത് രീതിയിൽ മാത്രമേ നമ്മൾക്ക് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്കിനെ കാണിക്കാൻ പറ്റുള്ളൂ, ബ്രാഞ്ച് ആ സാധനം നമ്മൾക്ക് തിരിച്ചു തന്നതുപോലെ. സോ therefore entry will be goods sent to branch account debtor to branch account. ഇനി ബ്രാഞ്ചിന്റെ ബുക്സിലേക്ക് വരാം. ബ്രാഞ്ചിന്റെ ബുക്സിലേക്ക് വരികയാണെങ്കിൽ ബ്രാഞ്ചിന്റെ കസ്റ്റമർ ആണ് തിരികെ ഗുഡ്സ് ഹെഡ് ഓഫീസിലേക്ക് കൊടുത്തത്. ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ഇസ് നമ്മളുടെ ഡെബിറ്റ് ബാലൻസ് കുറയണം. കാരണം ആ ഡെറ്ററിനോട് നമ്മൾക്ക് ഇനി പൈസ ചോദിക്കാൻ പറ്റുമോ? ഇല്ല. ഈവൻ ഇഫ് ദ ഡെറ്റർ ഹാസ് ഗിവൻ ദോസ് സ്റ്റോക്ക് ടു മൈ ഹെഡ് ഓഫീസ്, ആ ഒരു കാരണം കൊണ്ട് എനിക്ക് അയാളുടെ പൈസ തരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റും? ഇല്ല. ഐ ഹാവ് ടു സ്റ്റിൽ സേ ദാറ്റ് അത്രയും പൈസ നിങ്ങൾ തരണ്ട, ബാക്കിയുള്ള എമൗണ്ട് തന്നാൽ മതി. സോ ജസ്റ്റ് ബിക്കോസ് ഹി ഹാസ് നോട്ട് ഗിവൻ ബാക്ക് ടു യുവർ സ്റ്റോർ ആൻഡ് ഹി ഹാസ് ഗിവൻ ടു അവർ ഹെഡ് ഓഫീസിന്റെ സ്റ്റോറിലേക്ക് കൊടുത്തു എന്നുള്ളൊരു റീസൺ കൊണ്ട് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് പൈസ നമ്മൾക്ക് അതിനും കൂടി ചേർത്തുള്ളത് വാങ്ങിക്കാൻ പറ്റില്ല. ആ സെയിൽസ് റിട്ടേണിന്റെ എഫക്റ്റ് അയാളുടെ ബാലൻസിൽ നിന്ന് കുറച്ചേ മതിയാകത്തുള്ളൂ. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു റെക്കോർഡ് ദാറ്റ് സെയിൽസ് റിട്ടേൺ ആൻഡ് ദസ് റെഡ്യൂസിങ് ദ ബാലൻസ് ഓഫ് ഡെറ്റർ ബാലൻസ്. അപ്പൊ അതിനെ എങ്ങനെ റെക്കോർഡ് ചെയ്യും? സെയിൽസ് റിട്ടേൺ നമ്മൾക്ക് റെക്കോർഡ് ചെയ്യാം, കാരണം ഇത് ബ്രാഞ്ചിന്റെ സെയിൽ ആയിരുന്നു. അപ്പൊ സെയിൽസ് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ ബ്രാഞ്ചിന് അത് സെയിൽസ് റിട്ടേൺ ആയിട്ട് കാണിക്കാം. So entry will be a normal sale return in entry, sales return account debit to debtors. അവിടം കൊണ്ട് തീർന്നോ? ഇല്ല. അവിടം കൊണ്ട് തീർന്നേനെ if or provided the debtor has given the goods back to the branch itself. അപ്പം നമുക്ക് പറയാം സെയിൽസ് റിട്ടേൺ റെക്കോർഡ് ചെയ്ത വഴി തിരികെ ഫിസിക്കൽ സ്റ്റോക്ക് എൻ്റെ കയ്യിലുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ കാണിച്ചു എന്നുള്ള കാര്യം. പക്ഷെ ഇവിടെ സെയിൽസ് റിട്ടേൺ നമ്മൾ റെക്കോർഡ് ചെയ്ത അയാളുടെ ബാലൻസ് കുറച്ചാലും ഫിസിക്കലി നമ്മളുടെ കയ്യിൽ ആ സ്റ്റോക്ക് അവൈലബിൾ അല്ല. അത് ആരുടെ കയ്യിലേക്ക് പോയി? ഹെഡ് ഓഫീസിന്റെ കയ്യിലേക്ക് പോയി. സോ വി ഹാവ് ടു ആഡ് വൺ മോർ എൻട്രി വെയർ ഇൻ വി വിൽ ട്രീറ്റ് ആസ് ഇഫ് ഈ ഡെറ്റർ സാധനങ്ങൾ എനിക്ക് കൊണ്ട് തന്നു. അതിനെയാണ് നമ്മൾ ആദ്യമേ സെയിൽസ് റിട്ടേൺ ആക്കി റെക്കോർഡ് ചെയ്തത്. പക്ഷെ ഫിസിക്കലി നമ്മളുടെ കയ്യിൽ ആ സ്റ്റോക്ക് അവൈലബിൾ അല്ലാത്ത കാരണം നമ്മൾ അടുത്തൊരു അസംഷനും കൂടെ എടുക്കും. ഈ തന്ന സെയിൽസ് റിട്ടേൺ ആയിട്ട് വന്ന സാധനം ഇമ്മീഡിയറ്റ്ലി ഞാൻ ആർക്ക് തിരിച്ചു കൊടുത്തു? ഹെഡ് ഓഫീസിലേക്ക് കൊടുത്തു വിട്ടു. അപ്പോൾ എന്താവും? ഫിസിക്കലി എൻ്റെ കയ്യിലല്ല, ഹെഡ് ഓഫീസിന്റെ കയ്യിലാണ് ഗുഡ്സ് എന്നുള്ള എഫക്റ്റും കൂടെ കയറി വന്നോളും. സോ വെൻ ബ്രാഞ്ച് കസ്റ്റമേഴ്സ് റിട്ടേൺ ഗുഡ്സ് ഡയറക്ട്ലി ടു ഹെഡ് ഓഫീസ്, ഇൻ ബ്രാഞ്ച് ബുക്സ് രണ്ട് എൻട്രി ഉണ്ട്. വൺ ഇസ്
സെയിൽസ് റിട്ടേണിന്റെ എൻട്രിയും രണ്ടാമത് ഫിസിക്കലി ബ്രാഞ്ചിന്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്ത കാരണം ആ സ്റ്റോക്ക് തിരികെ ഹെഡ് ഓഫീസിലേക്ക് പോയി എന്നുള്ള എൻട്രിയും കൂടെ. ഇത് രണ്ടും കൂടെ കമ്പൈൻ ആയാൽ മാത്രമേ ഡെറ്ററിന്റെ ബാലൻസ് കുറയുകയും ഫിസിക്കലി എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല അത് ഹെഡ് ഓഫീസിന്റെ കയ്യിലാണെന്നുള്ള കാര്യം നമ്മൾക്ക് പ്രൂവ് ചെയ്യാനും പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ at year end there will be a mismatch in the stock taking. സ്റ്റോക്ക് എടുക്കുമ്പോൾ ഫിസിക്കലി നമ്മളുടെ കയ്യിൽ ഇല്ല എന്നൊരു ഷോർട്ട് ഫോള് വരും. സോ വെരി ഇമ്പോർട്ടൻറ്റ് എൻട്രി ഈസ് ദിസ് വൺ. കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളതാണ്, ശരിക്കും ഓർത്ത് വരും. അടുത്തത് റെമിറ്റൻസ് ടു ഹെഡ് ഓഫീസ് ഡയറക്ട്ലി ബൈ ബ്രാഞ്ച് കസ്റ്റമേഴ്സ്. അതായത് ബ്രാഞ്ചിന്റെ കസ്റ്റമർ ഈ ഡെറ്റേഴ്സ് ബ്രാഞ്ചിലേക്ക് പൈസ തരേണ്ടതിന് പകരം എവിടെ കൊണ്ട് പൈസ കൊടുത്തു? നേരെ കൊണ്ട് ഹെഡ് ഓഫീസിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്തു, ഗുഡ്സ് പോലെ തന്നെ. ഇനി ഹെഡ് ഓഫീസിലേക്ക് കൊടുത്തു വിടുമ്പോൾ ഹെഡ് ഓഫീസിന്റെ ക്യാഷോ ബാങ്ക് ബാലൻസോ കൂടും അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ആ ഹെഡ് ഓഫീസിന്റെ ക്യാഷോ ബാങ്കോ ഡെബിറ്റ് ചെയ്യണം. ഇനി ആരുടെ കസ്റ്റമർ ആണ് ഈ പൈസ കൊണ്ട് തന്നത്? ബ്രാഞ്ചിന്റെ കസ്റ്റമർ. അപ്പൊ ശരിക്കും ബ്രാഞ്ചിന്റെ ബാലൻസ് കൂടേണ്ടതായിരുന്നു അല്ലേ? എന്നിട്ട് ഈ അൾട്ടിമേറ്റ്ലി ഈ പൈസ ബ്രാഞ്ച് ചിലപ്പോൾ ഹെഡ് ഓഫീസിലേക്ക് തിരികെ തരേണ്ടതായിരിക്കും. പക്ഷെ നമ്മൾ എങ്ങനെ അസ്യൂം ചെയ്യും? അതായത് ഹെഡ് ഓഫീസ് ആ ബ്രാഞ്ച് ഡയറക്ട്ലി പൈസ എനിക്ക് തന്നു എന്നുള്ള രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്യും. അതായത് ബ്രാഞ്ച് കസ്റ്റമർ ബ്രാഞ്ചിലേക്ക് പൈസ കൊടുത്തു, ആ കിട്ടിയ പൈസ ഉടനെ ഹെഡ് ഓഫീസ് എന്ത് ചെയ്തു? ബ്രാഞ്ച് എന്ത് ചെയ്തു? ഹെഡ് ഓഫീസിലേക്ക് തന്നു. സോ ഹെഡ് ഓഫീസിന്റെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ യു ഓൺലി ഹാവ് ദാറ്റ് സെക്കൻഡ് എഫക്ട്. അതായത് ബ്രാഞ്ച് ഹെഡ് ഓഫീസിലേക്ക് പൈസ കൊടുത്തു വിട്ടതിന്റെ എഫക്റ്റ് മാത്രം ബ്രാഞ്ച് ഹെഡ് ഓഫീസ് എന്ത് ചെയ്താൽ മതി? റെക്കോർഡ് ചെയ്താൽ മതി. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹെഡ് ഓഫീസ് ക്യാഷ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച്. കാരണം ഇനി അത്രയും പൈസ നമുക്ക് ബ്രാഞ്ചിനോട് ചോദിക്കാൻ പറ്റുമോ? ഇല്ല, നമ്മൾക്ക് ഓൾറെഡി അത് കിട്ടിക്കഴിഞ്ഞു. ബ്രാഞ്ചിന്റെ കയ്യിൽ നിന്നല്ല, ബ്രാഞ്ചിന്റെ കസ്റ്റമറിന്റെ കയ്യിൽ നിന്നാണെന്നുള്ള ഡിഫറൻസ് മാത്രം. ഇനി ബ്രാഞ്ചിന്റെ ബുക്സിൽ അതിനെ എങ്ങനെ റെക്കോർഡ് ചെയ്യാം? ഈ ഫസ്റ്റ് പോർഷൻ നിങ്ങളിപ്പോൾ ആലോചിക്കേണ്ട. ജസ്റ്റ് ലൈക്ക് ഈ ഗുഡ്സ് സെയിൽസ് റിട്ടേൺ വന്നപ്പോൾ നമ്മൾ എടുത്തതുപോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. കാരണം ഇനി ആ പൈസ നമ്മളുടെ കയ്യിലല്ല, ബ്രാഞ്ചിന്റെ കയ്യിലല്ല, ഹെഡ് ഓഫീസിന്റെ കയ്യിലാണ് കൊടുത്തതെന്ന് പറഞ്ഞാലും can we again go back and ask the debtor to pay us? No, he will say that I have already paid it to your head office. Go and ask them. അല്ലേ? അപ്പോൾ നമ്മളുടെ കയ്യിൽ തന്നാലും നമ്മളുടെ ഹെഡ് ഓഫീസിൽ കൊടുത്താലും I cannot ask my debtor again. So which means I have to first reduce his balance. And I will record in such a way that അയാൾ ആദ്യം പൈസ എനിക്ക് തന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബ്രാഞ്ച് അയാൾ പൈസ തന്നതിന്റെ എൻട്രി ചെയ്യും. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡെറ്റേഴ്സ്. അതിനുശേഷം ഡെറ്റേഴ്സിന്റെ ബാലൻസ് കുറഞ്ഞു. സോ ദാറ്റ് ഈസ് കറക്റ്റ്. പക്ഷെ ക്യാഷ് ഫിസിക്കലി നമ്മളുടെ കയ്യിലുണ്ടോ? ഇല്ല. വർഷ അവസാനമോ അല്ലെങ്കിൽ ദിവസത്തിന്റെ അവസാനമോ ക്യാഷ് എണ്ണി നോക്കുമ്പോൾ എൻട്രിയിൽ ഈ ക്യാഷ് വന്നിട്ടുണ്ട്, പക്ഷെ എൻ്റെ കയ്യിൽ ശരിക്കും ഇല്ലതാനും. കാരണം ഇത് എവിടെ പോയതാണ്? ഹെഡ് ഓഫീസിന്റെ ലോക്കറിലേക്കാണ് പോയത്, ഹെഡ് ഓഫീസിന്റെ ക്യാഷിലേക്കാണ് പോയത് അല്ലേ? അപ്പോൾ വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് ഐ വിൽ ടേക്ക് ഇൻ ടു അക്കൗണ്ട്? I will treat it as if this cash after receiving from my debtors I have paid it to head office back. So adinte kude adutha entry varum head office account debit to branch cash. Ee രണ്ട് എൻട്രിയും കൂടെ റെക്കോർഡ് ചെയ്യുമ്പോൾ മാത്രമാണ് the entire entry will be complete. One part is to ensure that debtors ന്റെ ബാലൻസ് കുറഞ്ഞു. രണ്ടാമത്തേതോ ഫിസിക്കലി എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഹെഡ് ഓഫീസിലേക്ക് കൊടുത്തു വിട്ടതായിട്ട് കാണിക്കും. അപ്പോൾ ഹെഡ് ഓഫീസിന്റെ ക്യാഷിൽ അത് വരികയും ചെയ്തോളും. ഇനി ഹെഡ് ഓഫീസിന് അത്രയും പൈസ നമ്മൾ കൊടുക്കേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾക്ക് അക്കൗണ്ടും ചെയ്യും. ഇനി ഈ രണ്ട് ലെഡ്ജറിന്റെ പ്രത്യേകത നോക്കിയേ. You have same ledger getting debited and credited. Hence, you can combine these two ledgers and record as if head office account debit to debtors. ആദ്യത്തെ എൻട്രി ഞാൻ പറയാനത് that is because ഈ ഒരൊറ്റ എൻട്രി വന്നത് ഈ രണ്ട് എൻട്രിയുടെ കോമ്പിനേഷനിൽ ഈ ക്യാഷ് ആൻഡ് ക്യാഷ് നള്ളിഫൈ ആയി പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരൊറ്റ എൻട്രി വന്നിരിക്കുന്നത്. So either you can remember this way or this one, whichever is correct. പക്ഷെ ലോജിക്കലി പോവുകയാണെങ്കിൽ ഈ രണ്ട് എൻട്രി എഴുതുന്നത് വഴിയാണ് ഈ സിംഗിൾ എൻട്രിയിലേക്ക് വന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാകും. സോ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അതെടുത്തോളുക. ഇനി why haven't we done that in journal number 5? That is because when you have sold goods to debtors, നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സെയിൽസ് എന്ന് പറയുന്ന ഒരു ലെഡ്ജർ ആണ്.
അപ്പോൾ അവർ തിരിച്ചു തരുമ്പോൾ നമ്മൾക്ക് എങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ? സെയിൽസിലേക്കോ അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞ ഒരു ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതാണ് ഡെറ്ററിന്റെ കയ്യിൽ നിന്ന് എനിക്ക് തിരിച്ച് സാധനങ്ങൾ വന്നപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ലെഡ്ജർ. പക്ഷെ ഞാൻ എൻ്റെ ഗുഡ്സ് തിരിച്ച് ഹെഡ് ഓഫീസിലേക്ക് കൊടുത്തു വിടുമ്പോൾ എനിക്ക് സെയിൽസ് റിട്ടേൺ എന്നല്ലേ പർച്ചേസ് റിട്ടേൺ എന്നാണോ യൂസ് ചെയ്യാൻ പറ്റുന്നത്? അല്ല. ഐ ഹാവ് ഓൺലി വൺ ലെഡ്ജർ ടു ഷോ റെസീപ്റ്റ് ആൻഡ് return back to head office of goods, that is through goods received from head office. അപ്പോൾ ഇതിനകത്തെ കണ്ടന്റ് സ്റ്റോക്ക് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ലെഡ്ജേഴ്സ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് എൻട്രീനെയും നമ്മൾക്ക് ഏതെങ്കിലും ഒരു ലെഡ്ജർ ക്രോസ് ചെയ്ത് സിംഗിൾ ഒരു എൻട്രി പോലെ ആക്കാൻ പറ്റാഞ്ഞത് ആറാമത്തെ എൻട്രി പോലെ. Yeah, because sales return one ledger, goods received from head office another ledger. You cannot strike it off even though the content is stock. So physically stock eliminate ആയത് ഈ രണ്ട് എൻട്രിയും കൂടെ വന്നു കഴിയുമ്പോൾ നടന്നോളും. പക്ഷെ സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് സിംഗിൾ ഒരു എൻട്രി ആക്കാൻ പറ്റില്ല. പക്ഷെ രണ്ടാമത്തെ കേസിൽ പോയിന്റ് നമ്പർ 6 രണ്ടിലും വരുന്നത് ക്യാഷ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ലെഡ്ജർ ആണ്. അതിപ്പോൾ ഡെറ്റേഴ്സ് എനിക്ക് തന്നാലും ഞാൻ ഹെഡ് ഓഫീസിലേക്ക് തിരികെ കൊടുക്കുന്നതാണെങ്കിലും ഹെഡ് ഓഫീസ് എനിക്ക് തരുന്നതാണെങ്കിലും എല്ലാം ക്യാഷ് എന്ന് പറയുന്ന ആ ഒരു മീഡിയമാണ്. അതിനൊറ്റ ഒരു ലെഡ്ജറേ നമ്മൾക്കുള്ളൂ. അതുകൊണ്ട് we can strike it off. So that is the reason in point number 6 you either have a choice to record both these journal entries or to show a cumulative effective net of 5 പോയി കഴിഞ്ഞിട്ടുള്ള ഒരു നെറ്റ് എൻട്രി പോലെ റെക്കോർഡ് ചെയ്യാൻ നമ്മൾക്ക് ഓപ്ഷൻ ഉള്ളത്. സോ ഇത് രണ്ടും പ്രത്യേകം ശ്രദ്ധിച്ച് ഓർക്കുക. And the reason why we have cut down into a single entry also. Yeah. ഇനി അടുത്തത് ബ്രാഞ്ച് എക്സ്പെൻസസ് പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ്. ബ്രാഞ്ചിന്റെ എക്സ്പെൻസ് ആണ് ഹെഡ് ഓഫീസ് പേ ചെയ്തു. അപ്പോൾ ഹെഡ് ഓഫീസിന്റെ ബുക്സിൽ നോക്കുകയാണെങ്കിൽ ഹെഡ് ഓഫീസിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോയല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ക്യാഷ് കുറയുന്നത് കാണിക്കണം. ഇനി ആർക്ക് വേണ്ടിയാണ് എക്സ്പെൻസ് ഹെഡ് ഓഫീസ് ബെയർ ചെയ്തിരിക്കുന്നത്? ബ്രാഞ്ചിന് വേണ്ടി. അപ്പോൾ ആ പൈസ ആര് തരണം? ബ്രാഞ്ച് തരണം. സോ ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്യുക. ഇനി ആരുടെ എക്സ്പെൻസ് ആണ് ബ്രാഞ്ച് ബുക്സിലേക്ക് വരുമ്പോൾ? ഇറ്റ് ഈസ് എക്സ്പെൻസ് ഓഫ് ബ്രാഞ്ച്. സോ therefore എക്സ്പെൻസ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ബ്രാഞ്ച് ബുക്ക്. സോ എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യും. ബ്രാഞ്ചിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോയോ? ഇല്ല. പക്ഷെ ബ്രാഞ്ചിന് ഈ പൈസ ആർക്ക് കൊടുക്കണം? ഹെഡ് ഓഫീസിന് കൊടുക്കണം. സോ ഹെഡ് ഓഫീസിനെ ലയബിലിറ്റി ആക്കുക ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. പോയിന്റ് നമ്പർ 8 ബ്രാഞ്ച് എക്സ്പെൻസസ് പെയ്ഡ് ബൈ ബ്രാഞ്ച് ഇറ്റ്സെൽഫ്. സോ ബ്രാഞ്ച് എക്സ്പെൻസ് ആണ്, ബ്രാഞ്ച് തന്നെ പേയും ചെയ്തു. ഹെഡ് ഓഫീസിന് എന്തെങ്കിലും എഫക്റ്റ് വരുന്നുണ്ടോ? ഇല്ല. ഹെഡ് ഓഫീസിൽ ഒരു എൻട്രി വരുന്നത് ഹെഡ് ഓഫീസിന്റെ ഏതെങ്കിലും ഒരു ലെഡ്ജർ അഫക്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള സ്റ്റോക്കിന് എന്തെങ്കിലും മാറ്റം വരുമ്പോൾ മാത്രമേ ഹെഡ് ഓഫീസ് ബുക്സിൽ ബ്രാഞ്ച് വഴിയാണ് ഈ ചേഞ്ചസ് വന്നതെന്ന് കാണിക്കേണ്ട കാര്യമുള്ളൂ. ഈ ഒരു എൻട്രി നോക്കുകയാണെങ്കിൽ ബ്രാഞ്ചിന്റെ ചെലവാണ്, പേ ചെയ്തതും ബ്രാഞ്ചാണ്. അപ്പോൾ എന്തെങ്കിലും എൻട്രി വരുമോ? ഇല്ല. എൻട്രി വിൽ ഓൺലി കം ഇൻ ഹെഡ് ഓഫീസ് ബുക്സ് ആൻഡ് ഹെഡ് ഓഫീസ് ബുക്സ് വെൻ ബ്രാഞ്ചിന് വേണ്ടി എന്തെങ്കിലും ചെയ്തതിന്റെ എഫക്റ്റ് ഹെഡ് ഓഫീസിന്റെ ഒരു ലെഡ്ജറിൽ വന്നിട്ടുണ്ടെങ്കിൽ. അതിന്റെ ഓപ്പോസിറ്റ് എഫക്റ്റിലാണ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് കൊണ്ടിരുന്നത് അല്ലേ. ഇവിടെയൊക്കെ എൻട്രി നോക്കിയാൽ അറിയാം ബ്രാഞ്ച് എക്സ്പെൻസസ് പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ്. ഈ എൻട്രിയിൽ ഹെഡ് ഓഫീസിന്റെ ക്യാഷ് നഷ്ടപ്പെട്ടു അല്ലെ കുറഞ്ഞു പോയി. ആ എഫക്റ്റ് കാണിക്കാൻ വേണ്ടി നമ്മൾ ക്യാഷിനെ കുറച്ചപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ എന്ത് കൊണ്ടിട്ടത്? ബ്രാഞ്ച് എന്ന് പറയുന്ന ലെഡ്ജർ കൊണ്ടിട്ടത്. സോ ഐദർ വൺ ലെഡ്ജർ ഓർ വൺ സ്റ്റോക്ക് ഐറ്റം, ഏതെങ്കിലും ഒരു ഐറ്റം ഹെഡ് ഓഫീസിന്റെ എഫക്റ്റ് ആയാൽ മാത്രമാണ് ഫോർ ബ്രാഞ്ച് യു വിൽ ഹാവ് എൻ എൻട്രി ഹിയർ. ഇഫ് നോട്ട് യു വിൽ മിയർലി സ്കിപ്പ് ദാറ്റ് പാർട്ട്. ഇനി ബ്രാഞ്ചിലേക്ക് വരാം. ബ്രാഞ്ചിന്റെ എക്സ്പെൻസ് ആണ്, ബ്രാഞ്ച് തന്നെ പേ ചെയ്തു. എക്സ്പെൻസ് ബ്രാഞ്ച് റെക്കോർഡ് ചെയ്യണം, ബ്രാഞ്ചിന്റെ ക്യാഷ് കുറയുന്നത് കാണിക്കാം. പോയിന്റ് നമ്പർ 9 ഇന്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻസ്, ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഫ്രം വൺ ബ്രാഞ്ച് ടു അനദർ ബ്രാഞ്ച്. അതായത് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള ഒരു ബിസിനസിന്റെ കാര്യം. അവിടെ ഒരു ബ്രാഞ്ച് എ ട്രാൻസ്ഫേഴ്സ് ഗുഡ്സ് ഓഫ് ക്യാഷ് ടു ബ്രാഞ്ച് ബി. അതിനെ എങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യും? In head office books that will be recorded as an entry of ഈ ബ്രാഞ്ചുകൾ തമ്മിൽ ഒരു എൻട്രി വന്നു എന്നുള്ള രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. എന്താണ് എൻട്രി? റെസിപ്പിയന്റ് ബ്രാഞ്ച്, സാധനം കിട്ടുന്ന ബ്രാഞ്ചിന് എന്ത് സാധനം കിട്ടിയാലും കിട്ടുന്ന റിസീവ് ചെയ്യുന്ന ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്യും, കൊടുത്തു വിടുന്ന ബ്രാഞ്ചിനെ ക്രെഡിറ്റ് ചെയ്യും ആസ് സപ്ലൈ
branch. Yeah. In a branch books branch can only show as if the transaction has happened either within themselves or with the head office. മറ്റൊരു ബ്രാഞ്ച് ആയിട്ട് ട്രാൻസാക്ഷൻ വരുന്ന രീതിയിലല്ല നമ്മൾ കാണിക്കുന്നത്. ഹെഡ് ഓഫീസ് വഴി അത് അടുത്ത ബ്രാഞ്ചിലേക്ക് പോയതായിട്ട് വേണം കാണിക്കാൻ. സോ therefore ബ്രാഞ്ച് ബുക്സിൽ രണ്ട് രീതിയിലാണ് ഇതിനെ പ്രസന്റ് ചെയ്യുന്നത്. ഒന്ന് സപ്ലൈയിങ് ബ്രാഞ്ചും ഒന്ന് റിസീവിംഗ് ബ്രാഞ്ചും. സപ്ലൈയിങ് ബ്രാഞ്ച് അതായത് എന്ത് കൊടുത്തു വിടുന്നു ആ കൊടുത്തു വിടുന്ന ബ്രാഞ്ചിൽ എന്തായിരിക്കും എൻട്രി? ഹെഡ് ഓഫീസിലേക്ക് കൊടുത്തു വിടുന്നത് പോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. റിസീവ് ചെയ്യുന്ന ബ്രാഞ്ചോ ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടിയതായിട്ട് വേണം കാണിക്കാൻ. സോ ദാറ്റ് ഈസ് ദ എൻട്രി ഗിവൻ ഹിയർ. ഇനി അടുത്തതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസിലെ ജേർണൽസ്. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് ഡെഫിനിഷൻ എന്താണ് അല്ലെങ്കിൽ എന്താണെന്ന് പഠിച്ചപ്പോൾ വി ഹാഡ് സെഡ് ദാറ്റ് മജോറിറ്റി ഓഫ് ദ ഡിസിഷൻസ് ആർ ഡൺ ബൈ ബ്രാഞ്ച് അല്ലേ. ഹെഡ് ഓഫീസ് വളരെ മിനിമൽ ഇൻ്റർവെൻഷൻ മാത്രമേ ഉള്ളൂ. And that too for certain major things. അതിൽ മേജർ ആയിട്ടുള്ള പോയിന്റ് ആണ് ഫിക്സഡ് അസറ്റ്. അതായത് ബ്രാഞ്ചിന് വേണ്ടി ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുന്നത് അതിൻ്റെ ഡിസിഷനൊക്കെ ഓൾമോസ്റ്റ് ഒരു പരിധി വരെ ഹെഡ് ഓഫീസിൻ്റെ കയ്യിലായിരിക്കും ഉണ്ടാകുന്നത്. Now there are two types of or two ways in which we are going to deal this branch in a fixed assets. One is where branch fixed assets, since it's a very huge investment done by head office or by the business for the ബ്രാഞ്ചിന് വേണ്ടിയുള്ള ഫിക്സഡ് അസറ്റിൻ്റെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹെഡ് ഓഫീസിലായിരിക്കും. അതായത് ഫിക്സഡ് അസറ്റ് യൂസ് ചെയ്യാൻ പോകുന്നതും ഫിസിക്കലി ഉണ്ടാവുന്നതും ബ്രാഞ്ചിൽ തന്നെ ആയിരിക്കും. പക്ഷേ ആ ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹെഡ് ഓഫീസിൻ്റെ ബുക്സിലാണ്. രണ്ടാമത്തേത് ബ്രാഞ്ച് ഫിക്സഡ് അസറ്റിൻ്റെ അക്കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബ്രാഞ്ചിൽ തന്നെയാണെങ്കിൽ ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ഈ ബ്രാഞ്ച് ഫിക്സഡ് അസറ്റിനെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് let us take up when branch fixed asset account is maintained by branch itself. branch തന്നെ ബ്രാഞ്ചിന് വേണ്ടി വാങ്ങിച്ച ഫിക്സഡ് അസറ്റിന്റെ ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതായത് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞ ലെഡ്ജർ വരേണ്ടത് ബ്രാഞ്ചിന്റെ ബുക്സിലാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. So first sentence അല്ലെ first point under that fixed asset purchased by head office. ഇവിടെ purchased by head office എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? വാങ്ങിച്ച ഫിക്സഡ് അസറ്റ് ആർക്ക് വേണ്ടിയുള്ളതാണ്? ബ്രാഞ്ചിന് വേണ്ടിയുള്ളതാണ്. പക്ഷേ പേയ്മെന്റ് നടത്തിയത് ആരാണ്? ഹെഡ് ഓഫീസ് ആണ്. അതായത് ഹെഡ് ഓഫീസിലെ ഒരു ലെഡ്ജർ അഫക്റ്റ് ആയിട്ടുണ്ട്. ഏത് ലെഡ്ജറാണ്? ഹെഡ് ഓഫീസിന്റെ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. സോ ഹെഡ് ഓഫീസ് അക്കൗണ്ട്സിൽ ബുക്സിൽ ഒരു എൻട്രി വരും. എന്താണ് എൻട്രി? ഹെഡ് ഓഫീസിന്റെ ക്യാഷ് കുറഞ്ഞു, ക്രെഡിറ്റ് ചെയ്യണം. ആർക്ക് വേണ്ടിയാണ് ആ ക്യാഷ് മുടക്കിയത്? ബ്രാഞ്ചിന് വേണ്ടി. സോ ബ്രാഞ്ചിന്റെ കയ്യിൽ നിന്ന് അത് കിട്ടണം, അതിനെ ഡെബിറ്റ് ചെയ്യണം. ഇനി ബ്രാഞ്ചിന്റെ ബുക്സിലോ ഫിക്സഡ് അസറ്റ് വന്നു. ഫിക്സഡ് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ബ്രാഞ്ചാണ് ഹെഡിങ്ങിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫിക്സഡ് അസറ്റ് ആര് കാണിക്കും? ബ്രാഞ്ച് കാണിക്കും. ബ്രാഞ്ചിന്റെ ബുക്സിൽ ഫിക്സഡ് അസറ്റിനെ ഡെബിറ്റ് ചെയ്യും. ആരെ ക്രെഡിറ്റ് ചെയ്യും? പേയ്മെന്റ് അവർ തന്നെ കൊടുത്തിരുന്നെങ്കിൽ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും. പക്ഷെ പേയ്മെന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹെഡ് ഓഫീസാണ്. അപ്പോൾ ഹെഡ് ഓഫീസിന് വേണം നമ്മൾ ഈ കാശ് കൊടുക്കാൻ. സോ ഹെഡ് ഓഫീസ് ബിക്കംസ് മൈ ക്രെഡിറ്റർ, ക്രെഡിറ്റ് ചെയ്യുക. രണ്ടാമത്തെ എക്സിസ്റ്റിംഗ് ഫിക്സഡ് അസറ്റ് ട്രാൻസ്ഫർ ടു ബ്രാഞ്ച്. അതായത് ഹെഡ് ഓഫീസിന്റെ കയ്യിലുണ്ടായിരുന്ന കുറെ ഫിക്സഡ് അസറ്റ്സ് ഹെഡ് ഓഫീസ് എന്ത് ചെയ്തു? ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഞാനിവിടെയൊക്കെ ഒന്ന് പ്രീഫിക്സ് കൊടുക്കാൻ പോവാണ്. YIC. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫിക്സഡ് അസറ്റ്സ് വിച്ച് വെയർ part of head office are now transferred to branch. So ബ്രാഞ്ചിന്റെ കയ്യിൽ നിന്ന് വേണം അതിനുള്ള പൈസ കിട്ടാൻ അല്ലേ. അപ്പോൾ ഹെഡ് ഓഫീസ് ബുക്സിൽ ബ്രാഞ്ചിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഹെഡ് ഓഫീസ് ബുക്സിൽ എന്തിനെ ക്രെഡിറ്റ് ചെയ്യും? എന്തെങ്കിലും കാശ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പകരം ഹെഡ് ഓഫീസിന്റെ ഫിക്സഡ് അസറ്റ് എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ ഹെഡ് ഓഫീസിന്റെ ഫിക്സഡ് അസറ്റ് കുറയണം അല്ലേ. സോ ദെയർഫോർ ടു ഹെഡ് ഓഫീസ് ഫിക്സഡ് അസറ്റ്. ഇവിടെ പ്രീഫിക്സ് ഹെഡ് ഓഫീസ് അക്കൗണ്ട് കൊടുക്കുന്നതിന് നല്ലതില്ലെങ്കിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്നെന്നിരിക്കാം. വാട്ട് ഇസ് ദിസ്? Two ledgers. I mean two FA in both books എന്നുള്ളത്. So head office ബുക്സിൽ ബ്രാഞ്ചിന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടണം. Hence debit branch and credit the head office fixed accounts because it no longer is head office and the fixed account. It is now the fixed asset of branch. ഇനി ബ്രാഞ്ചിന്റെ ബുക്സിലോ ബ്രാഞ്ചിന് ഒരു ഫിക്സഡ് അസറ്റ് കിട്ടി. അപ്പൊ ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്യും. പൈസ ആർക്ക് കൊടുക്കണം? ഹെഡ് ഓഫീസിന് കൊടുക്കണം. ഹെഡ് ഓഫീസിനെ
ക്രെഡിറ്റ് ചെയ്യണം. മൂന്നാമത്തെ എൻട്രി, ഫിക്സഡ് അസറ്റ് പർച്ചേസ്ഡ് ബൈ ദ ബ്രാഞ്ച് ഇറ്റ്സെൽഫ്. അതായത് ഹെഡ് ഓഫീസിൽ പേയ്മെന്റ് ഒന്നും പോയിട്ടില്ല, ബ്രാഞ്ച് തന്നെയാണ് പേയ്മെന്റ് നടത്തിയത്. അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എവിടെ തന്നെയാണ്? ബ്രാഞ്ചിൽ തന്നെ. അപ്പോൾ ഹെഡ് ഓഫീസിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് അഫക്റ്റ് ആവുന്നുണ്ടോ? ഇല്ല, പൈസയും അഫക്റ്റ് ആവുന്നില്ല, കാരണം ബ്രാഞ്ച് തന്നെ പേയ്മെന്റ് നടത്തി. Therefore, no entry in head office books. ബ്രാഞ്ചിന്റെ ബുക്സിലോ സാധാരണ ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുന്ന ഒരു എൻട്രി, ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. And finally, depreciation on this fixed asset. Will there be any entry in head office books? No, because there is no fixed asset. ഈ 3-4 എൻട്രി വഴി വന്ന ഒരു ഫിക്സഡ് അസറ്റ് ഇവിടെ ഇല്ല. ഓൾറെഡി ഹെഡ് ഓഫീസിന്റെ ഉള്ള ഫിക്സഡ് അസറ്റിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഡെപ്രിസിയേഷൻ ഓൺ ദിസ് ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഫിക്സഡ് അസറ്റ് ലെഡ്ജർ എവിടെ ഇല്ല? ഹെഡ് ഓഫീസ് ബുക്സ് ഇല്ല. അപ്പോൾ എന്തെങ്കിലും എൻട്രി വരുമോ? ഇല്ല. ഇനി മറ്റൊരു രീതിയിലും പറയാം, ഹെഡ് ഓഫീസിന്റെ ബുക്സിൽ ഫിക്സഡ് അസറ്റ് ഉണ്ടെങ്കിലും യൂസ് ചെയ്യുന്ന ആരാണ്? ബ്രാഞ്ചാണ്. വേറെ സംഭവിച്ചതൊക്കെ ബ്രാഞ്ച് യൂസ് ചെയ്ത വഴിയാണ്. അപ്പോൾ യൂസ് ചെയ്യുന്ന ആളുടെ അക്കൗണ്ടിലായിരിക്കണം അല്ലെങ്കിൽ ബുക്സിലായിരിക്കണം ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന എക്സ്പെൻസ് കാണിക്കാൻ. സോ therefore entry will be സാധാരണ depreciation entry, depreciation account debit to branch fixed asset. Yeah? So I hope it is clear. ബ്രാഞ്ചിന്റെ ഫിക്സഡ് അസറ്റ് ബ്രാഞ്ചിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. Now is the second part wherein you will have to treat as if branch fixed asset account is maintained by head office. അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന മാത്രമേ ഹെഡ് ഓഫീസ് ബുക്സ് ഉള്ളൂ. ഫിസിക്കലി ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് എവിടെ തന്നെയാണ്? ബ്രാഞ്ചിന്റെ ഗോഡൌണിലോ അല്ലെങ്കിൽ ബ്രാഞ്ചിന്റെ പ്രൊമൈസസിലാണ്. യൂസ് ചെയ്യുന്ന ആരാണ്? ബ്രാഞ്ച് തന്നെയാണ്. അതിന്റെ അക്കൗണ്ട് വരേണ്ടത് മാത്രം ഹെഡ് ഓഫീസ് എന്ന് പറയുന്നേ ഉള്ളൂ. So again, same 4 entries. Fixed asset is purchased by head office. അപ്പോൾ ഹെഡ് ഓഫീസിന്റെ കയ്യിൽ നിന്നാണ് ക്യാഷ് പോയിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ക്യാഷിന്റെ എൻട്രി എന്ത് വരണം? ക്യാഷ് കുറയുന്ന എൻട്രി കാണിക്കണം, ടു ക്യാഷ് അക്കൗണ്ട്. ഇനി ഇവിടെ ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഹെഡ് ഓഫീസിലാണെന്ന് പറയുന്നുണ്ട്. ഫോർ ദാറ്റ് റീസൺ ബ്രാഞ്ച് എഫ് എവിടെ കാണിക്കും? ഹെഡ് ഓഫീസ് ബുക്സിൽ കാണിക്കും. സോ എൻട്രി വിൽ ബി ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ദിസ് is only done because the sentence or the scenario says even if use is going to be by the branch or fixed asset is going to be physically present in branch office, the ledger should be in head office books. അപ്പോൾ ബ്രാഞ്ചിന് വേണ്ടി വാങ്ങിച്ച ഫിക്സഡ് അസറ്റ് ആണെന്ന് കാണിക്കാൻ ഹെഡ് ഓഫീസ് ബുക്സിൽ ഒരു പ്രീഫിക്സ് ബ്രാഞ്ച് എന്ന് പറഞ്ഞു കൊടുക്കും. കാരണം ഹെഡ് ഓഫീസിന് തന്നെ ഫിക്സഡ് അസറ്റ് ആയിട്ടൊരു കൺഫ്യൂഷൻ വരാതിരിക്കും. ഇനി ബ്രാഞ്ചിന്റെ ബുക്സിൽ എന്തെങ്കിലും എൻട്രി വരുമോ? ഇല്ല, കാരണം ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബ്രാഞ്ചിൽ തന്നെ. സാധാരണ പോലെ ആയിരുന്നേ മാത്രമേ അവിടെ FA കാണിക്കേണ്ട കാര്യമുള്ളൂ, ഡെബിറ്റ്. പൈസയും ഹെഡ് ഓഫീസിന്റെ കയ്യിൽ നിന്നാണ് പോയിരുന്നത്. അപ്പോൾ ബ്രാഞ്ചിനെ എഫക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലെഡ്ജർ ഉണ്ടോ? ഒന്നും തന്നെ ഇല്ല. സോ therefore no entry. The next entry, existing fixed asset of head office transfer to branch. സോ ഇവിടെയും ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഹെഡ് ഓഫീസ് ബുക്സിലാണ്. സോ അവിടെ ഡെബിറ്റ് ചെയ്യുക. എവിടെ നിന്നെടുത്താണ് ഫിക്സഡ് അസറ്റ് വന്നിരിക്കുന്നത്? ഹെഡ് ഓഫീസിന്റെ ഫിക്സഡ് അസറ്റിൽ നിന്നാണ് ബ്രാഞ്ചിലേക്ക് പോയത്. അപ്പം മിയർ ആ ടൈറ്റിൽ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഹെഡ് ഓഫീസിന്റെ ഫിക്സഡ് അസറ്റിൽ നിന്ന് അത് ബ്രാഞ്ച് ഫിക്സഡ് അസറ്റായി മാറി. നോ എൻട്രി അഗൈൻ ഇൻ ബ്രാഞ്ച് ബുക്സ്. The next part is fixed asset is purchased by branch. അതായത് പേയ്മെന്റ് നടത്തിയത് ആരാണ്? ബ്രാഞ്ച് ആണ്, അല്ലേ? അപ്പോൾ ഹെഡ് ഓഫീസിന്റെ ബുക്സിൽ നോക്കാം, എന്തിനു വേണ്ടിയാണ് പേയ്മെന്റ് നടത്തിയത്? ബ്രാഞ്ചിന് വേണ്ടിയുള്ള ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഹെഡ് ഓഫീസ് ബുക്സിലാണ്. സോ ഫിക്സഡ് അസറ്റിനെ ഡെബിറ്റ് ചെയ്യുക. പൈസ കൊടുത്തത് ആരാണ്? ബ്രാഞ്ച് ആണ്. പക്ഷെ ശരിക്കും കൊടുക്കേണ്ടത് ആരായിരുന്നു? ഹെഡ് ഓഫീസ് ആണ്. കാരണം അവരാണ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, ഹെഡ് ഓഫീസ് കൊടുക്കേണ്ട സ്ഥാനത്ത് ബ്രാഞ്ച് കൊടുത്തു. സോ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാഞ്ചിന് ആ പൈസ ഹെഡ് ഓഫീസിന് കൊടുക്കണം. സോ ബ്രാഞ്ചിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ബ്രാഞ്ചിന്റെ ബുക്സിൽ നോക്കിക്കേ, ബ്രാഞ്ച് ആണ് പേയ്മെന്റ് നടത്തിയത്. അപ്പോൾ ബ്രാഞ്ചിന്റെ ക്യാഷ് കുറഞ്ഞു, അതിനെ ക്രെഡിറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയാണ് ഈ പേയ്മെന്റ് നടത്തിയത്? ഫിക്സഡ് അസറ്റ് വേണ്ടി. പക്ഷെ ഫിക്സഡ് അസറ്റ് ഇവരുടെ ബുക്സിൽ കാണിക്കാൻ പറ്റുമോ? ഇല്ല. Therefore we say as if this payment has been given to head office and head office will return at a later point of time. ഹെഡ് ഓഫീസ് ബുക്സിൽ ബ്രാഞ്ചിനെ ക്രെഡിറ്റ് ചെയ്ത് ക്രെഡിറ്റർ ആക്കി, ബ്രാഞ്ച് ബുക്സിൽ ഹെഡ് ഓഫീസിനെ ഡെബിറ്റർ ആക്കി. എത്ര? ഇനി നാലാമത്തേത് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന എക്സ്പെൻസ് യൂസ് ചെയ്യുന്ന ആളുടെ അക്കൗണ്ടിൽ നിന്നാണ്
കാണിക്കേണ്ടത്. സോ ഇവിടെ യൂസ് ചെയ്യുന്ന ആരാണ്? വെയർ ആൻഡ് ടെയർ സംഭവിക്കുന്നത് ബ്രാഞ്ചിന്റെ കയ്യിൽ നിന്നാണ്. സോ ബ്രാഞ്ചിന്റെ ബുക്സിൽ മാത്രമേ നമ്മൾക്ക് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ലെഡ്ജർ കാണിക്കാൻ പറ്റുകയുള്ളൂ. സോ ബ്രാഞ്ച് ബുക്സിൽ നമ്മൾ ഡിപ്രിസിയേഷൻ ഡെബിറ്റ് ചെയ്യും. ഫിക്സഡ് അസറ്റിൽ നിന്നാണ് ഡിപ്രിസിയേഷൻ പോകേണ്ടത് അല്ലേ? അപ്പോൾ ഐഡിയൽ കേസസിൽ നമ്മൾ എന്ത് ചെയ്യും? ടു ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു സിനാരിയോയിൽ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞ ലെഡ്ജർ ബ്രാഞ്ചിനുണ്ടോ? ഇല്ല. അതൊക്കെ കിടക്കുന്ന എവിടെയാ? ഹെഡ് ഓഫീസ് ബുക്സിലാണ്. അപ്പം നമ്മൾ ആ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നതിന് പകരം ആരുടെ കയ്യിലാണോ ഫിക്സഡ് അസറ്റ് ലെഡ്ജർ ഉള്ളത് അയാളുടെ അക്കൗണ്ടിലേക്ക് ഡിപ്രിസിയേഷനെ കാണിക്കും. Therefore ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ഇനി ഹെഡ് ഓഫീസ് ബുക്സിലേക്ക് വരിക. ഡിപ്രിസിയേഷൻ വന്നു കഴിയുമ്പോൾ ബ്രാഞ്ചിന്റെ ഫിക്സഡ് അസറ്റ് കുറയണം അല്ലേ? ആ ഫിക്സഡ് അസറ്റ് ഹെഡ് ഓഫീസിന്റെ കയ്യിലാണ്. സോ ഫിക്സഡ് അസറ്റിനെ കുറയ്ക്കണം. ടു ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ്. ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ചാർജ് ചെയ്ത് എവിടെയാണ്? ബ്രാഞ്ച്. അപ്പോൾ ആ ബ്രാഞ്ചിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഡിപ്രിസിയേഷന്റെ ലെഡ്ജറിന് പകരം ആ എഫക്റ്റ് കാണിച്ചുകൊണ്ട് നമ്മൾ ബ്രാഞ്ചിലാണ് ഇത് കാണിച്ചതെന്ന് കാണിക്കുകയാണ് ബൈ ഡെബിറ്റിംഗ് branch account. Yeah? So these two are very important. Make sure you understand it thoroughly and if needed by heart ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തോളൂ. കാരണം ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വരാൻ സാധ്യതയുള്ള ഏരിയ ആണ്. ഫിക്സഡ് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹെഡ് ഓഫീസ് അല്ലെ ബ്രാഞ്ച് ആണ്. ഈ സിനാരിയോസിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ലോജിക്കും കൂടെ മനസ്സിലാക്കുക. വെറുതെ കാണാപ്പാഠം പഠിക്കരുത്. ലോജിക്കും കൂടെ മനസ്സിലാക്കി then try to remember these journal entries. So finally, we have discussed all the journal entries that affect either account of or even a single ledger of both head office and branch books wherein transactions occur among themselves. അപ്പോൾ അത് കൂടാതെ ഏതെങ്കിലും ഇനി എൻട്രീസ് അങ്ങനെ വരുന്നുണ്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ലോജിക്കലി നോക്കി പ്രോപ്പർ അക്കൗണ്ട്സ് നിങ്ങൾ ജേർണൽ എൻട്രി ആയിട്ട് പോസ്റ്റ് ചെയ്യുക. എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അപ്ലൈ ലോജിക് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ജേർണൽ എൻട്രീസ്. ഇനി ഇതെല്ലാം കഴിയുമ്പോൾ വി സെഡ് ദാറ്റ് എല്ലാ ട്രാൻസാക്ഷനും ഹെഡ് ഓഫീസിലും റെക്കോർഡ് ചെയ്തു ബ്രാഞ്ച് ബുക്സിലും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഷുഡ് റീച്ച് എ സ്റ്റേജ് വെയറിൻ ബോത്ത് അക്കൗണ്ട്സ് ആർ ഈക്വൽ ഇൻ amount terms. നോട്ട് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് വൈസ്, പക്ഷെ എമൗണ്ട് ടാലി ആവണം. എന്തെങ്കിലും ടാലി ആവാതിരിക്കുന്നുണ്ടെങ്കിൽ ഇൻ ട്രാൻസിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? സോ ഇൻ ട്രാൻസിറ്റ് ആണെങ്കിൽ റെക്കോർഡ് ഫോർ ദാറ്റ് എൻട്രി, ഇൻ ട്രാൻസിറ്റ് എൻട്രി. ഇപ്പോൾ സ്റ്റോക്ക് ഇൻ ട്രാൻസിറ്റോ ക്യാഷ് ഇൻ, ഇപ്പോൾ സ്റ്റോക്കും ട്രാൻസിറ്റ് ആവാം, ബാങ്കിലേക്കുള്ള റെമിറ്റൻസും ട്രാൻസിറ്റ് ആവാം. നെഫ്റ്റോ RTGS ഒക്കെ നമ്മൾ അയച്ചു, 31 മാർച്ചിന് ക്ലിയർ ആയില്ല, അടുത്ത ദിവസത്തേക്ക് തള്ളിപ്പോയി. അപ്പോൾ അങ്ങനെ ഇൻ ട്രാൻസിറ്റ് വരാം. അപ്പോൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് സ്റ്റോക്ക് ആണെങ്കിൽ സ്റ്റോക്ക് ഇൻ ട്രാൻസിറ്റും ക്യാഷ് ആണെങ്കിൽ ക്യാഷ് ഇൻ ട്രാൻസിറ്റും. ഇനി ഏത് ബുക്സിലാണ് ഈ എൻട്രി റെക്കോർഡ് ചെയ്യേണ്ടത്? രണ്ട് രീതിയിൽ ട്രാൻസിറ്റ് വരാം. ഹെഡ് ഓഫീസ് സാധനങ്ങൾ കൊടുത്തു വിട്ടു ബ്രാഞ്ചിലേക്ക്. ഹെഡ് ഓഫീസ് എന്ത് ചെയ്തു? ഇമ്മീഡിയറ്റ്ലി എൻട്രി റെക്കോർഡ് ചെയ്തു. പക്ഷെ ബ്രാഞ്ചിന് കിട്ടിയില്ല സാധനം. അപ്പോൾ ബ്രാഞ്ച് ഈ ഗുഡ്സ് കിട്ടിയതായിട്ട് കാണിച്ചിട്ടുണ്ടോ? ഇല്ല. ഇനി എല്ലാ എൻട്രീസും റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ രണ്ട് ലെഡ്ജർ എടുത്ത് നോക്കിയാൽ ടാലി ആവാതെ കിടക്കും അല്ലേ? അപ്പോൾ ട്രാൻസിറ്റ് ആണ് ഇതിന്റെ റീസൺ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. എവിടെ നമ്മൾക്ക് റെക്കോർഡ് ചെയ്യാം? ഒന്നെങ്കിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്ത ഹെഡ് ഓഫീസിൽ നിന്ന് ആ ഇൻ ട്രാൻസിറ്റിന്റെ എൻട്രി കുറയ്ക്കാം. അപ്പോൾ എന്താവും? ഇൻ ട്രാൻസിറ്റ് ഇല്ലാതെ ബാക്കിയുള്ള എൻട്രീസിന്റെ ടോട്ടൽ കിട്ടും. അതും ബ്രാഞ്ചും ടാലി ആയിക്കോളും. ഇനി മറ്റൊരു രീതിയിൽ ട്രീറ്റ് ചെയ്യാം. ഹെഡ് ഓഫീസിന്റെ ബുക്സിൽ മാറ്റമൊന്നും വരുത്താതെ ആർക്കാണോ കിട്ടേണ്ടത് അയാളുടെ ബുക്സിൽ പോയി ഇൻ ട്രാൻസിറ്റ് റെക്കോർഡ് ചെയ്തും എമൗണ്ട് ടാലി ആക്കാം അല്ലേ? അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഏതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്? whatever the question suggest do that. ഇപ്പോൾ ക്വസ്റ്റ്യൻ പറയുകയാണ് റിസീവ് ചെയ്യുന്ന ഈ സാധനം, എന്ത് സാധനമാണോ കൊടുത്തു വിടുന്നത്, സ്റ്റോക്ക് ആവാം ക്യാഷ് ആവാം, ആ ട്രാൻസാക്ഷന്റെ റെസിപ്പിയന്റ് ആരാണോ അവരുടെ ബുക്സിലാണ് എൻട്രി എഴുതേണ്ടതെങ്കിൽ അങ്ങനെ പോയി എഴുതുക. ഇല്ല നമ്മളോട് പറയുകയാണ് ആരാണോ സാധനങ്ങൾ കൊടുത്തു വിട്ടത് അയാളുടെ ബുക്സിൽ പോയി കറക്ഷൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻ ട്രാൻസിറ്റിന്റെ എഫക്റ്റ് എലിമിനേറ്റ് ചെയ്യും. അങ്ങനെ ടാലി ആക്കും. സോ ക്വസ്റ്റ്യനിൽ എന്താണോ പറയുന്നത് അതുപോലെയാണ് നമ്മൾ ഇൻ ട്രാൻസിറ്റ് എൻട്രി എഴുതുന്നത്. ഒന്നെങ്കിൽ ഹെഡ് ഓഫീസ് ബുക്സിൽ അല്ലെങ്കിൽ ബ്രാഞ്ച് ബുക്സിൽ. ഇനി എപ്പോഴും ബ്രാഞ്ച് ആയിരിക്കണമെന്നുണ്ടോ സാധനങ്ങൾ കിട്ടുന്നില്ല? തിരിച്ച് എന്തെങ്കിലും റിട്ടേൺ കൊടുത്താണെങ്കിൽ ബ്രാഞ്ച് കൊടുത്തു വിട്ടു ഹെഡ് ഓഫീസിലേക്ക്, അങ്ങനെയും ആവാം അല്ലേ? അപ്പോൾ ബ്രാഞ്ച് എൻട്രി റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഹെഡ് ഓഫീസ് ആയിരിക്കും റെക്കോർഡ് ചെയ്യാത്തത്. സോ ക്വസ്റ്റ്യൻ നോക്കുക,
അതിൽ എന്താണ് പറയുന്നത്, ആരുടെ ബുക്സിലാണ് ഇൻ ട്രാൻസിറ്റിന്റെ എഫക്റ്റ് കാണിച്ച് എമൗണ്ട് ടാലി ആക്കേണ്ടത് നോക്കുക, അതനുസരിച്ച് ചെയ്യുക. ഇനി ക്വസ്റ്റ്യൻ സൈലന്റ് ആണെങ്കിലോ, then general assumption has to be taken into account and you have to make a reconciling entry in the books of the recipient of that transaction. ആ പെർട്ടിക്കുലർ ട്രാൻസാക്ഷനിലെ റെസിപ്പിയന്റ് ആരാണോ ശരിക്കും അയാളുടെ ബുക്സിൽ കൊണ്ടുപോയി എൻട്രി ചെയ്തത്, ക്വസ്റ്റ്യൻ സൈലന്റ് ആണെങ്കിൽ. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിളിൽ ഗുഡ്സ് ഹെഡ് ഓഫീസ് കൊടുത്തു വിട്ടു, അവിടെ പറയുന്നില്ല ഇൻ ട്രാൻസിറ്റ് ആരുടെ ബുക്സിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ജനറൽ അസംഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ട്രാൻസാക്ഷൻ അടങ്ങിയിരിക്കുന്ന ഐറ്റം റിസീവ് ചെയ്യേണ്ട ആരാണ്, ബ്രാഞ്ച് ആണ് അല്ലേ. സോ റെസിപ്പിയന്റിന്റെ ബുക്സിൽ പോയി ഇൻ ട്രാൻസിറ്റിന്റെ എൻട്രി ചെയ്ത്. രണ്ടാമത്തെ എക്സാമ്പിൾ ആണെങ്കിലോ, ബ്രാഞ്ച് കുറെ ഗുഡ്സ് തിരികെ ഹെഡ് ഓഫീസിന് കൊടുത്തു വിട്ടു. സോ ഈ ട്രാൻസാക്ഷനിൽ റെസിപ്പിയന്റ് ആരാണ്, ഗുഡ്സ് കൊടുത്തു വിടുമ്പോൾ റിസീവ് ചെയ്യേണ്ട ആരാണ്, ഹെഡ് ഓഫീസ് ആണ് അല്ലേ. സോ ഈ രണ്ടാമത്തെ എക്സാമ്പിളിൽ ഹെഡ് ഓഫീസിന്റെ ബുക്സിൽ വേണം in transit entry recording. So which means if question is silent, whoever is the recipient of that particular transaction അയാളുടെ ബുക്സിൽ വേണം പോയി reconciling entry അല്ലെ in transit entry എഴുതണം. അത് ഹെഡ് ഓഫീസ് ആവാം, ബ്രാഞ്ച് ആവാം, depending upon the question or situation given. ഇനി തന്നിട്ടുണ്ട് സ്പെസിഫിക്കലി ഏത് ബുക്സിൽ റെക്കോർഡ് ചെയ്യണം ഇൻ ട്രാൻസിറ്റ് എങ്കിൽ അതനുസരിച്ച് ചെയ്തോടുക. ഒന്നെങ്കിൽ ഇവിടെ കുറയ്ക്കാൻ പറയും, അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന ആളുടെ അക്കൗണ്ട് കൂട്ടി കാണിക്കാൻ പറയും, അതനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്യുക. സോ അതിന് എൻട്രി ആണ് സ്റ്റോക്ക് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെബിറ്റ്. ഇപ്പോൾ റെസിപ്പിയന്റിന്റെ രീതിയിൽ വരുന്ന പോലെയാണ് ഞാൻ എൻട്രി ചെയ്തേക്കുന്നത്. സ്റ്റോക്ക് ഇൻ ട്രാൻസിറ്റ് ഓർ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു head office or branch as the case may be. So another important entry. So once we have ensured that both these accounts are tallied amount wise and opposite effect, debit and credit ആയിട്ട് amount tally ആയി വന്നു കഴിഞ്ഞാൽ then we move on to the next portion wherein we can say that branchന് നമ്മൾക്ക് സെപ്പറേറ്റ് ഒരു ട്രയൽ ബാലൻസ് ഉണ്ടാക്കാം. കാരണം എല്ലാ ലെഡ്ജറും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഈ ട്രാൻസാക്ഷൻസ് മാത്രമല്ല, ബ്രാഞ്ചിന് അല്ലാതെ ഔട്ട്സൈഡ് സപ്ലയറും കസ്റ്റമറും ആയിട്ട് നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും ഉണ്ട് അല്ലേ, അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ട്രയൽ ബാലൻസിന് ബ്രാഞ്ചിന് പ്രിപ്പയർ ചെയ്യും. ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് വി അൾട്ടിമേറ്റ്ലി ഹാവ് ടു കമ്പൈൻ ഇറ്റ് വിത്ത് ദ ഹെഡ് ഓഫീസ് ബുക്സ് ആൻഡ് ദെൻ പ്രസന്റ് balance sheet or financial position of the company as a whole. അല്ലേ, ബ്രാഞ്ചിന്റെയും ട്രേഡിംഗ് പിയാൻഡിലും ഹെഡ് ഓഫീസിന്റെയും ട്രേഡിംഗ് പിയാൻഡിലും ഇതെല്ലാം കൂടെ ചേർന്ന് ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന രണ്ട് ബ്രാഞ്ചിന്റെയും ഹെഡ് ഓഫീസിന്റെയും അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എല്ലാം കൂടെ ചേർന്നൊരു ഫൈനാൻഷ്യൽ പൊസിഷൻ ആണ്. സോ അതിനു വേണ്ടി you have to incorporate the entries from branch into head office books. അതാണ് ഫൈനൽ എൻട്രി. ഇൻകോർപ്പറേഷൻ എൻട്രീസ് ഇൻടു ഹെഡ് ഓഫീസ് ബുക്സ്. അതായത് ബ്രാഞ്ചിന്റെ ബുക്സിൽ നിന്നെല്ലാം എടുത്ത് നമ്മൾ ഹെഡ് ഓഫീസിലേക്ക് മാറ്റും. എന്നിട്ട് നമ്മൾ ഹെഡ് ഓഫീസിന്റെയും ബ്രാഞ്ചിന്റെയും കൂടെ കണക്കുകൾ കമ്പൈൻ ചെയ്തൊരു ബാലൻസ് ഷീറ്റ് പ്രസന്റ് ചെയ്യും. അപ്പോൾ ഈ ഇൻകോർപ്പറേഷൻ എൻട്രി റെക്കോർഡ് ചെയ്യണമെങ്കിൽ the first step is to ensure that this amounts are tallied. എന്നാൽ മാത്രമേ നമ്മൾക്ക് ഇൻകോർപ്പറേഷൻ നടക്കുകയുള്ളൂ. So how will you incorporate? ഹെഡ് ഓഫീസിന്റെ ബുക്സിലേക്ക് നമ്മൾ ബ്രാഞ്ചിന്റെ അസറ്റിനെ ഒക്കെ കൊണ്ടുവരികയാണ്. അപ്പോൾ ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ്, ബ്രാഞ്ച് എക്സ്പെൻസസ്, ബ്രാഞ്ച് ലയബിലിറ്റി, ബ്രാഞ്ച് ഇൻകം, ആൻഡ് ദെൻ ഈ അസറ്റും എക്സ്പെൻസും ലയബിലിറ്റി ഇൻകം എല്ലാം റെക്കോർഡ് ചെയ്യും. ഈ എക്സ്പെൻസും ഇൻകവും അങ്ങനെ തന്നെ ആയിരിക്കില്ല, ചിലപ്പോൾ ബ്രാഞ്ചിന്റെ P&L പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അതായിരിക്കും കാണിക്കുന്നത്. ഇതെല്ലാം കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ബ്രാഞ്ച് അക്കൗണ്ട് ക്ലോസ് ആയി പോകും അല്ലെ. കാരണം ഈ ട്രാൻസാക്ഷൻസിന്റെ എല്ലാം എഫക്റ്റ് നമ്മൾ കാണിച്ചിരുന്ന ഒരു ലെഡ്ജർ ആണ് ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പോൾ ഈ ബ്രാഞ്ച് അക്കൗണ്ടിൽ അടങ്ങിയിരിക്കുന്ന അസറ്റ് ആൻഡ് ലയബിലിറ്റി നമ്മൾ സെപ്പറേറ്റ്ലി കാണിക്കുമ്പോൾ വി ആർ അൾട്ടിമേറ്റ്ലി ബ്രേക്കിംഗ് ഡൗൺ ദിസ് ബ്രാഞ്ച് ലെഡ്ജർ ഇൻ ടു ഡിഫറെന്റ് സബ് ലെഡ്ജേഴ്സ്. അപ്പോൾ പിന്നെ ബ്രാഞ്ച് എന്ന് പറയുന്ന ലെഡ്ജറിനൊരു പ്രസക്തി ഇല്ല, അതിനെ ക്രെഡിറ്റ് ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്യും. കാരണം ഹെഡ് ഓഫീസിന്റെ ബുക്സിൽ എപ്പോഴും ബ്രാഞ്ച് ഒരു റിസീവബിൾ ആയിട്ടായിരിക്കും കാണുക. അപ്പോൾ ഇപ്പോൾ അത് ക്രെഡിറ്റ് ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്യും. ഇനി ബ്രാഞ്ചിന്റെ ബുക്സിലോ ഈ ട്രാൻസ്ഫറിന് ഒരു എൻട്രി വേണം അല്ലെ. ഹെഡ് ഓഫീസിന്റെ അങ്ങോട്ടേക്ക് കൊടുത്തു വിടണമെങ്കിൽ
ഈ ഒരു എൻട്രി വരണം. എന്തായിരിക്കും എൻട്രി വരുന്നത്? അസറ്റിനെ എല്ലാം ക്രെഡിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുക. കാരണം ഓൾറെഡി ഡെബിറ്റ് ആണുള്ളത്, അതിനെ ക്രെഡിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യുമ്പോൾ വി ആർ ആക്ച്വലി ഡെബിറ്റിംഗ് ഇറ്റ് ഇൻ ഹെഡ് ഓഫീസ് ബുക്സ്. ഇവിടെ ക്രെഡിറ്റ് നടക്കുമ്പോൾ ഹെഡ് ഓഫീസ് ബുക്സിൽ ഓട്ടോമാറ്റിക്കലി ബ്രാഞ്ച് അസറ്റ് നമ്മൾ ഡെബിറ്റ് ചെയ്യും. അങ്ങനെ ബ്രാഞ്ചിലുള്ള എല്ലാ ലെഡ്ജേഴ്സും ക്ലോസ് ചെയ്യും. ബൈ ക്ലോസിങ് ദാറ്റ് യു വിൽ അൾട്ടിമേറ്റ്ലി ക്ലോസ് ഡൗൺ ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ഹെഡ് ഓഫീസ് അക്കൗണ്ടിന് എപ്പോഴും ഒരു ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവാൻ സാധ്യത. ആ ക്രെഡിറ്റിന്റെ റീസൺസ് എല്ലാം നമ്മൾ ഹെഡ് ഓഫീസിലേക്ക് മാറ്റി കഴിയുമ്പോൾ പിന്നെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്ന ലെഡ്ജർ കാണില്ല. ആ ക്രെഡിറ്റ് ബാലൻസിനെ ക്ലോസ് ചെയ്യാൻ നമ്മൾ ഡെബിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യും. So I hope it is clear. Incorporation entries. So please recollect all the journal entries that we have discussed till date. ഇതല്ലാതെ ഒരു ബിസിനസ്സിൽ സാധാരണ വരുന്ന എൻട്രീസ് ഹെഡ് ഓഫീസിലും വരും, ബ്രാഞ്ചിലും വരും. അത് ഓരോ ട്രാൻസാക്ഷൻ അനുസരിച്ച് നമ്മൾ ജേർണൽ എൻട്രി എഴുതുകയോ അല്ലെങ്കിൽ ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുകയോ ചെയ്യുക. അതിനെക്കുറിച്ചൊന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് സ്പെഷ്യൽ നേച്ചർ ട്രാൻസാക്ഷൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. So I hope you all are clear with the journal entries of independent branches. Till we meet again, stay safe and happy. Thank you.